സാറേ, ഈ ഒരു അധ്യാപികയുടെ 12 വർഷത്തെ ശമ്പള കുടിശ്ശിക കിട്ടാതെ വരുന്നു. അതിൽ മനംനൊന്ത് അവരുടെ ഭർത്താവ് മരണപ്പെടുന്നു. അപ്പോൾ ഇത് ശരിക്കും ഈ ആരോഗ്യമന്ത്രി പറഞ്ഞ സിസ്റ്റത്തിൻ്റെ വീഴ്ച ഇവിടെ വീണ്ടും വന്നിരിക്കുന്നു. സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണ് ഇതിൽ എടുത്തു കാണിക്കപ്പെടുന്നത്. കാര്യം ഭരണകൂടം ഇതിന് ഉത്തരവാദിയാണ്. ഇത് ജി സുധാകരൻ ഇന്ന് പഴയ മന്ത്രി ജി സുധാകരൻ ഇന്നൊരു ലേഖനം മാതൃഭൂമിയിൽ മനോരമയിൽ എഴുതിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ അഴിമതിയെക്കുറിച്ചും അലംഭാവത്തെക്കുറിച്ചും മേലധികാരികളോട് പറഞ്ഞിട്ടും പ്രയോജനമുണ്ടായില്ലെങ്കിൽ അതിനർത്ഥം ഭരണകൂടം പരാജയമാണെന്ന്. അപ്പോൾ ഭരണകൂടം പരാജയമെന്ന് പറയുമ്പോൾ എന്താണ് സാർ ഇതിൽ മനസ്സിലാക്കാനുള്ളത്? ഈ വിഷയത്തിൽ ഈ പിതാവ് മകൻ്റെ ഫീസ് കൊടുക്കാൻ മാർഗമില്ലാതെ വന്ന് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയം നമ്മൾ ഓർക്കേണ്ട കാര്യം, വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ നോക്കാൻ ഒന്നല്ല 2 മന്ത്രിമാരുണ്ട്. ഉന്നത വിദ്യാഭ്യാസമുണ്ട്, അല്ലാതെ പിള്ളേരുടെ വിദ്യാഭ്യാസമുണ്ട്. ശിവൻകുട്ടിയുണ്ട്, ബിന്ദുവുണ്ട്. ഈ 2 വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടായിട്ട് പോലും തങ്ങളുടെ കീഴിലെ വകുപ്പുകൾ എന്താണെന്ന് നടക്കുന്നതെന്ന് ഇവർക്കറിയത്തില്ല. ഏറ്റവും വലിയ സുധാകരൻ സത്യമാണ്. അപ്പോൾ തകരാറ് വീണ ജോർജ് പറഞ്ഞ സിസ്റ്റത്തെ നയിക്കുന്ന കപ്പിത്താൻ്റെയോ കാരണഭൂതൻ്റെയോ. അപ്പോൾ ഇതിനൊക്കെ കാരണഭൂതനായിട്ടൊരാളുണ്ട്. ആ കാരണഭൂതൻ്റെ പേരാരും പറയുകയില്ല. ഇവർ പറയുന്ന കാരണഭൂതൻ ഉദ്ദേശിക്കുന്നതാ വളരെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുക, വളരെ പോലീസ് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുക, കൊലപ്പുള്ളിക്ക് സ്വീകരണം കൊടുക്കുക. ഇതിൻ്റെയൊക്കെ കാരണക്കാരനെടുത്തിട്ടുണ്ട്. അങ്ങേരാണ് വീണ ജോർജ് പറഞ്ഞ, അല്ലെ തിരുവനന്തപുരത്തെ തിരുവാതിരകളിക്കാർ പറഞ്ഞ കാരണഭൂതൻ. അപ്പോൾ ഇത് മനസ്സിലാക്കി മാത്രമേ ഇത്തരത്തെക്കുറിച്ചുള്ള ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എങ്ങനെ ഈ ആൾ മരിക്കേണ്ടി വന്നു ഒരാൾ വിചാരിച്ച് തീരുമാനിക്കുന്ന കാര്യമാണ് ആണോ? അതെ. ഇത് പല ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട കാര്യമാണ്. അതെ. ഏത് കാര്യത്തിനും തടസ്സം നിൽക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഏത് കാര്യത്തിനും ഏത് കാര്യം തടസ്സം. ഞാൻ ഉദാഹരണം വേണം പറയാം. അതെ. ഒരു ദേശസാൽകൃത ബാങ്കിൻ്റെ വരൾച്ച പീരീഡിൽ, കേരളത്തിലെ വരൾച്ച പീരീഡിൽ സ്റ്റാഫിന് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ 1000-1500 രൂപ കൊടുക്കാൻ തീരുമാനിക്കുന്നു. എല്ലാ സ്റ്റാഫിനും ആ ഏരിയയിലുള്ള വരൾച്ച ഏരിയ ഡിക്ലെയർഡ് ആയിട്ടുള്ള ഡ്രോട്ട് അഫക്റ്റഡ് ഏരിയയിൽ എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ എല്ലാ ബ്രാഞ്ചിൽ നിന്നും ഈ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇതൊരു ക്ലസ്റ്ററാണ്. 8-10 ബ്രാഞ്ചിൻ്റെ കാര്യം നോക്കുന്ന ഒരു ഓഫീസറും വേറെ 2 പേരും, മറ്റ് വേറൊരു ഓഫീസർ 2 പേരും. ഇതിലൊരു ഓഫീസർ 2 പേരും ഇരുന്നിടത്ത് എല്ലാ ബ്രാഞ്ചിലേക്കും വീണ്ടും ഒരു ലെറ്റർ അയച്ചു. ഈ പറയുന്ന സ്റ്റാഫിന് അവരുടെ ഏരിയയിലെ ഗവൺമെൻറ് മിഷനറി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും യാതൊരുവിധ സഹായവും ഈ അർത്ഥത്തിൽ കിട്ടിയിട്ടില്ല എന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണം. അല്ല ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മെനക്കെടാൻ പോയി 1500 രൂപയ്ക്ക് മെനക്കെടാൻ പോയി അവൻ്റെ ഇടപാട് തരും. പലരും മേടിക്കാൻ മടിച്ചു കാണിച്ച് പക്ഷേ അവസാനം ബഹളം ഉണ്ടാക്കി. ഇയാൾക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അയാൾ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ? ശരിയാ, നിയമപരമായി അയാൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ പ്രായോഗിക തലത്തിൽ അങ്ങനെയല്ല. സർക്കാർ ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ എന്ത് പറഞ്ഞാലും കുറച്ചൊക്കെ വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ട്. മറ്റേതൊരു ഏത് സർട്ടിഫിക്കറ്റിനും കാശ് കൊടുക്കണ്ടേ? ഇപ്പോൾ ഇവിടെ പ്രശ്നം സംഭവിച്ചിരിക്കുന്ന മിക്കവാറും ഞാൻ പറയുന്നു, ഇങ്ങനോട് മര്യാദയ്ക്ക് പറഞ്ഞു കാണും. അവിടുത്തെ വില്ലന്മാരായ സ്റ്റാഫ് NGO യൂണിയൻ്റെയോ ജോയിൻറ്റ് കൗൺസിലിൻ്റെയോ NGO അസോസിയേഷൻ്റെ ഒക്കെ വലിയ ടീച്ചറിൻ്റെ ഭർത്താവാണ് ആത്മഹത്യ. ആ സ്റ്റാഫ് ഇവരോട് പറഞ്ഞു കാണും, ഇത്രയും രൂപ നിങ്ങൾക്ക് കിട്ടാനുള്ളതല്ലേ, കാശ് ചോദിച്ചു കാണും. ഒന്ന് യൂണിയന് വേണ്ടി ചോദിച്ചു കാണും, അല്ലെ പാർട്ടിക്ക് വേണ്ടി ചോദിച്ചു കാണും. കാശ് കൊടുക്കാൻ ഇങ്ങനെ വിസമ്മതിച്ച് കാണും. എന്നാൽ നീ കാശ് തരാതെ മേടിക്കുന്ന കാണട്ടെ. അതും ആ ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. ആർക്ക്? DO ഓഫീസിലെ ജീവനക്കാർക്ക് ആ ധൈര്യം ഉണ്ടായിരുന്നു. ആർക്കെല്ലാം പരാതി കൊടുത്താലും ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെ കറങ്ങിത്തിരിഞ്ഞ് വരും. കാരണം അതിൻ്റെ വിഹിതം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാ യൂണിയനുകളും സബ്സ്ക്രിപ്ഷൻ കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ആ ധൈര്യം ആർക്കുണ്ട്? അവരെ തൊട്ട് കഴിഞ്ഞാൽ യൂണിയൻ ഇടപെടും. ഇപ്പം വേറെ അടുത്ത കേസിൽ യൂണിയൻ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ടല്ലോ. ഒരു പ്രിൻസിപ്പളിനെ പിരിച്ചുവിട്ടതിനെതിരായിട്ട് കെട്ടിടം തകർന്നെന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിനെ കറണ്ട് അടിച്ച് മരിച്ച് അത് യൂണിയൻ ഇടപെട്ടു. അല്ലാതെ ശരിയായ കാര്യത്തിന് ഇടപെടുന്നത്. ശരി, അവരെ മാത്രമല്ല കുറ്റം പറയണം, അവരുടെ പേരിൽ ഇതെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ യൂണിയൻ ഇടപെട്ടു. പക്ഷേ ഇവിടെ യൂണിയൻ എന്ത് ഇടപെടാത്തേ? 2 യൂണിയൻ ഉണ്ട്. ഇവിടെ അധ്യാപക സംഘടന ഉണ്ട്. ഈ കൊച്ചു പിടിച്ച് എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപക സംഘടന ഉണ്ട്. അതിൻ്റെ കൂട്ടുകാർ പിള്ളേരുണ്ട്. അവിടെ SFI ഇല്ലേ? SFI ഇല്ലാത്ത കോളേജുണ്ടോ? ഏതെങ്കിലും ഒരു കൂട്ടുകാരനോട് പറഞ്ഞാൽ പോലെ 4 ചെകുവരമാരുടെ DO ഓഫീസിലേക്ക് ചെന്നാലോ? ഇവിടെ വൈസ് ചാൻസലറിനെ ഇയാളെയും രജിസ്ട്രാറേയും മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്നമാരാ. അവർക്കൊരു DO മര്യാദ പഠിപ്പിക്കാൻ പറ്റിയില്ലേ? കൊടുക്കണമെന്ന് പറയത്തില്ലേ? ഈ ധൈര്യം അവിടെ കാണി. അപ്പോൾ ഇവർക്ക് ഇവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളല്ലാതെ
സംഘടനകൾക്കുമില്ല, വിദ്യാർത്ഥി സംഘടനയ്ക്കുമില്ല, ട്രേഡ് യൂണിയൻ സംഘടനകൾക്കുമില്ല. മറ്റേ ഇവിടെ സംഭവിച്ച് കൊടുക്കാൻ പറ്റുമായിരുന്നൊരു കാര്യമാണ്. ഇത് കൊടുക്കുന്നതുകൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ധനകാര്യസ്ഥിതി ഇടിഞ്ഞു പോകില്ലായിരുന്നു, ബാലഗോപാൽ പട്ടിണിയാകില്ലായിരുന്നു. സാർ 3.5 ലക്ഷം ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത്. അല്ല, അത് ഫയൽ കെട്ടിക്കിടക്കുന്ന 3.5 ലക്ഷം ഫയൽ എന്ന് പറഞ്ഞാൽ 7 ലക്ഷം ജീവനുമാണെന്ന് വിചാരിച്ചു. അതെ, ഒരു ഫയലിനെ ആശ്രയിച്ച് ഒരാളല്ല ജീവിക്കുന്നത്. നയനാർ പറഞ്ഞ പോലെ ഒരു ജീവിതമല്ല ഉള്ളത്. നയനാരല്ല, പിണറായി പറഞ്ഞ പോലെ അല്ല. സാർ, ഇതിലൊരു കാര്യം കൂടെ, മന്ത്രിയുടെ ആളല്ലേ, മന്ത്രി വന്ന് ബില്ല് പാസ്സാക്കട്ടെ എന്ന് ഷിജോയുടെ വീട്ടുകാരോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞതത്രേ. മകന്റെ കോളേജ് പ്രവേശനത്തിന് പണം കണ്ടെത്താനാകാത്ത അവസ്ഥയിലായിരുന്നു ഷിജോ. അത് ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെ പറയുള്ളൂ. ഇപ്പോൾ SFIക്കാർ പിള്ളേരെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്നത് പോലീസിൻ്റെ സ്ഥിതി. നിങ്ങൾ ജസ്റ്റ് ഏറ്റവും താഴെത്തട്ടിലുള്ള സംഘടനയാണ് SFI. അവരെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്ന പോലീസിൻ്റെ സ്ഥിതി എന്നാണ്. തല്ലി മേടിക്കുന്നുണ്ടോ ഇല്ലയോ പോലീസ്? മുക്കിന് പോലീസ് SFIക്കാരെ അടി മേടിക്കുന്നുണ്ട് അവരെ പിടിക്കാൻ ചെന്നാൽ. അപ്പോൾ നാളെ ഈ ഉദ്യോഗസ്ഥന്മാരെ പേടിയായിരിക്കും മന്ത്രിക്ക്. ഈ NGO യൂണിയനെ പേടിയായിരിക്കും. ആ സംഘടന പേടിക്ക് പോലീസ് അസോസിയേഷനെ പേടിയാണ് പലർക്കും. തുടർച്ചയായിട്ടുള്ള തുടർഭരണം തന്നെയല്ലേ ഈ ഉദ്യോഗസ്ഥരെ ഇത്രയും കണ്ട് ഒരു വല്ലാത്ത രീതിയിൽ അവരെ കാര്യം. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് കേരളം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരികൾ ഈ ഇപ്പോൾ ഇടതുമുന്നണിയിലെ സർക്കാരിൽ ഇപ്പോൾ ഗൗരിയമ്മയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഗൗരിയമ്മ നല്ലൊരു മന്ത്രിയായിരുന്നു. പിന്നെ EK ഇമ്പിച്ചി ബാബ എന്ന് പറഞ്ഞൊരു മന്ത്രി, അധികം വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ ഉദ്യോഗസ്ഥരെ നിർത്തിക്കൊണ്ടുപോയ ഒരു മന്ത്രിയാണ്. പിന്നെ ഈ സെൻകുമാറിനെ പോലുള്ള പോലീസ് ഓഫീസർമാർ ഗൗരിയമ്മയൊക്കെ ചുമ്മയല്ല പ്രകീർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതും ഇത് ഭരിക്കുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരാണ്. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോഴാണോ ഈ ഉദ്യോഗസ്ഥ മേധാവിത്വം എന്ന് നമ്മൾ ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? ചങ്ങാതി, അവിടെ എല്ലാ പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രത്യേകിച്ചും CPMൽ സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അയാൾക്ക് ആ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ശക്തികളിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ പാർട്ടി സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം എവിടുന്നാന്ന് നോക്കണം. ഒരു കാലഘട്ടത്തിൽ കർഷക തൊഴിലാളി, ചിത്തൊഴിലാളി ഏറ്റവും അടിസ്ഥാന വർഗത്തിൽ നിന്നായിരുന്നു ഇതിൻ്റെ സംഘടന ചട്ടക്കൂട് വളർന്നു വന്നത്. തീർച്ചയായിട്ടും ആ ചട്ടക്കൂടാണ് ബലം നൽകിയിരുന്നത്. കർഷക തൊഴിലാളിക്ക് കൈക്കൂലി മേടിക്കാൻ ആരോട് മേടിക്കാനാണ്? ഒരിക്കലും മേടിക്കാൻ പറ്റില്ല. പിന്നെ തെങ്ങ കയറുന്ന ചിലപ്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നല്ല, വേറൊന്നും അവനെ കൊണ്ടും പറ്റിയില്ല. ഇത് ക്രമത്തിൽ മാറി. ഇത് സർവീസ് സംഘടനകളുടെ പ്രവർത്തകരുടെ കയ്യിലേക്ക് ഇത് മാറി. എത്ര ജില്ലാ സെക്രട്ടറിമാർ ഇപ്പോൾ ഉണ്ട് NGO യൂണിയൻ രംഗത്ത് നിന്ന് വന്നത്? എന്തേ അങ്ങനെ വരാൻ കാരണം? ആ NGO യൂണിയൻ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ. അത് നമ്മൾ സത്യസന്ധമായിട്ട് പറയാം. സാറ് പറയുന്ന ഈ താഴെക്കടലിലെ തൊഴിലാളികളിൽ നിന്നുള്ള ഇത് മാറിയിട്ട് മധ്യവർഗത്തിൻ്റെ കയ്യിലേക്ക്. മധ്യവർഗം എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കാൻ മാത്രം നോക്കി. മധ്യവർഗത്തിന് നല്ലൊരു ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് കാശുണ്ടാക്കാൻ മാത്രം പറ്റുന്നവരുണ്ട്. ഇതിനെ ഈ PSC റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ ഉടൻ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലോ RTOയിലോ ജോലി കിട്ടാൻ വേണ്ടി ഓടി നടക്കല്ലേ. അതിനെ LP സ്കൂളിലെ ക്ലർക്കായിട്ട് ഒരുത്തരം നോക്കുന്നില്ലല്ലോ. താല്പര്യം കൈക്കൂലി കൂടുതൽ കിട്ടുന്നിടത്തേക്ക്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ അത് പാർട്ടിയിലും ബാധിച്ചു. പാർട്ടിയിലെ തറ്റപ്പായത്. പാർട്ടിക്ക് ആവശ്യമുള്ള പൈസ കൊടുക്കുന്ന എവിടെയാണ്? അപ്പോൾ സാറ് പറയുന്നത് പാർട്ടിക്ക് കിട്ടേണ്ട ഫണ്ട് ഇവരിൽ നിന്നൊക്കെ കിട്ടും. ഇവരിൽ നിന്ന് ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് വന്നു P. രാജീവ് വന്നു, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. നാളെ ഒരു 10 ലക്ഷം രൂപ ഈ ആഴ്ച വേണം പാർട്ടിയുടെ ഒരു കൺവെൻഷൻ നടത്താൻ. 5 ലക്ഷം മതിയായിരിക്കും, 10 ലക്ഷം എന്ന് പറയുന്നു. ഇവിടുത്തെ കോളേജ് അധ്യാപക സംഘടനയോടൊക്കെ എറണാകുളം ജില്ലയിലെ കോളേജ് അധ്യാപക സംഘടനയുടെ മെമ്പേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം കാശ് അവിടെ എത്തും. അതറിയണമെങ്കിൽ ഒറ്റ കാര്യം നോക്കിയാൽ മതി. മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ താഴെത്തട്ടിപ്പോലും സൂചനാ പണിമുടക്കിന് അപ്പുറത്തേക്ക് ഒരു അനിശ്ചിതകാല സമരം നടന്നിട്ടുണ്ട്. എന്തേ? ഇതൊരു ശമ്പളം കിട്ടുന്നില്ല, പെൻഷൻ കുടിച്ച് ഇവിടെ എന്നിട്ടൊന്നും അവർക്ക് സമരമില്ല. എന്തേ ഇല്ലാത്തന്നെ? ഇടയ്ക്കിടയ്ക്ക് മുദ്രാവാക്യം വിളിക്കും, അതിനപ്പുറത്തേക്ക് സമരമില്ല. പണ്ട് എത്ര സമരം ഉണ്ടായിരുന്നു? സാർ, ഇതിപ്പോൾ ഇത് കേസും കാര്യങ്ങളൊക്കെ പോയാൽ ഇവർക്ക് ഒരു ഉദ്യോഗസ്ഥനെ തൊടാൻ പറ്റുമോ ഈ പറയുന്നത്? അല്ല, കേസിൽ അവിടെ ഇരിക്കും, കോടതി ഇരിക്കുന്നവരാ. അഭിമന്യുവിൻ്റെ കേസ് ഫയൽ വരെ ദൂരെ കളയാൻ പറ്റിയ പാർട്ടികളാണ് അവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇവരുടെ കേസ് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? എങ്ങനെ? ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അഡ്വക്കേറ്റ്, വൈസ് ചാൻസലർക്ക് വേണ്ടി ഹാജരാകേണ്ടിയിരുന്ന അഡ്വക്കേറ്റ് നേരെ കാലുമാറിയാണ് പറയുന്നത്. വൈസ് ചാൻസലർക്ക് എതിരായിട്ടാണ് പറയുന്നത്, സിൻഡിക്കേറ്റിന് അനുകൂലമായിട്ടാണ് പറയുന്നത്. എന്നായി ജഡ്ജി എന്നായി? അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ച് നമ്മുടെ തലപ്പുറത്ത് വെച്ചിരിക്കുക. പിന്നെ ഈ മന്ത്രി ശിവൻകുട്ടി ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ ശിവൻകുട്ടിക്ക് പറഞ്ഞ് കൈയടി മേടിക്കാം, ഒരു അധ്യാപകനെ ശിക്ഷിക്കാം, ഒരു DE വേണേൽ ശിക്ഷിക്കാം. അങ്ങനെ ഒത്തിരി പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. ഗണേശനാണ് ഓടി കിടന്ന് സസ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലേ, ട്രാൻസ്പോർട്ട് മന്ത്രി. അപ്പോൾ ഇത് ഈ നമ്മൾ കാണാത്ത കാര്യം. ഈ പയ്യൻ്റെ വിദ്യാഭ്യാസത്തിന് ഫീസ് കുടിശ്ശികയുണ്ടതിൻ്റെ പേരിൽ അവസാനിക്കേണ്ടി ഈ പയ്യൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ മറ്റ് ആൾക്കാരല്ലേ അവിടെ ഇടപെടാൻ പറ്റുന്നത്? ആ പയ്യൻ്റെ കൂട്ടുകാരാണല്ലോ SFIക്കാരുണ്ടെങ്കിൽ, അല്ല KSUക്കാരുണ്ടെങ്കിൽ, അവരൊക്കെ എവിടെയായിരുന്നു? ആലോചിച്ച് നോക്ക്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഒരു സ്കൂൾ സ്റ്റുഡൻറ്റ് ബസ്സിൽ ഒരു കൊച്ചിന് ST കൊടുത്തില്ലെങ്കിൽ പിള്ളേർ വളയും ആ ബസ്.
പഴയ കാലം. ഇന്നതില്ല. ഇന്ന് പിള്ളേർക്കെല്ലാം മോട്ടോർ സൈക്കിളുണ്ട്. എസ് ടി കൊടുത്ത് പണക്കാർ പിള്ളേർക്ക് കൊള്ളാവുന്ന പിള്ളേർക്കൊന്നും എസ് ടി മേടിക്കേണ്ട ആവശ്യമില്ല. കാലം മാറി. ആ കാലം മാറിയതറിയാത്ത ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ഇരിക്കുക. അവരെ നിലക്ക് നിർത്താൻ പറ്റുന്നൊരു ഭരണ സംവിധാനം വരുന്നില്ലെങ്കിൽ ഇതെല്ലാം ഒരു കഴിഞ്ഞ 20 കൊല്ലം കൊണ്ടുണ്ടായ മാറ്റമാണോ? ഗ്രാജുവലായിട്ട് ഇപ്പോൾ മാറ്റം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതായത് ഹയർ ശ്രേണിയിലേക്ക് ഒരു 50,000 താഴെ ശമ്പളം മേടിക്കുന്ന എത്ര പേരുണ്ട് ഇപ്പം അധ്യാപകരിൽ? പക്ഷേ സാർ, ഈ അധ്യാപക നിയമനത്തിൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ അവിടെ തൊട്ട് തുടങ്ങുന്നേ. ഒരുപാട് അധ്യാപകർ ഇപ്പം പല സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ തന്നെ ശമ്പളം കിട്ടാതെ ജോലി ചെയ്യുന്നവരൊക്കെ. അതിൻ്റെ കാര്യം എന്നാ? നിങ്ങൾക്ക് ലോകത്തില്ലാത്ത ഏറ്റവും വലിയൊരു നമ്മൾ നോക്കുകൂലിയെ കളിയാക്കി, അതിനെപ്പറ്റി നമുക്ക് ചർച്ച വെക്കേണ്ട കാര്യം. നോക്കുകൂലിയെ കളിയാക്കി നമ്മൾ പറയും. നോക്കുകൂലിക്ക് എതിരാണോ ഇല്ലയോ? ചോദിക്കുന്നവരെല്ലാം എതിരാണ്. ഇവർ ചുമട്ടുകാർ നമ്മളെ ചൂഷണം ചെയ്യണം. ഈ എയ്ഡഡ് സ്കൂൾ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ കുറവ് കൊണ്ട് ഒരു അധ്യാപകൻ്റെ തസ്തിക നഷ്ടപ്പെട്ടാൽ അയാൾക്ക് നാളെ തൊട്ട് ശമ്പളം കൊടുക്കേണ്ട ആരെന്നറിയോ? പ്രൊട്ടക്റ്റഡ് അധ്യാപകനായി അയാളുടെ ശമ്പളം ഗ്യാരൻറ്റീഡാണ്. സർക്കാർ കൊടുക്കണം ശമ്പളം. സർക്കാർ കൊടുക്കണം. പക്ഷേ സർക്കാർ അങ്ങനെ ആ വിദ്യാഭ്യാസ രംഗത്തെ അത്തരം പരിഷ്കാരങ്ങൾ സാമ്പത്തികമായിട്ട് കേരളത്തെ തകർത്തു. സർക്കാരാണ് കൊടുക്കുന്നത്. ആ സ്കൂളിൽ വേക്കൻസി ഉണ്ടായെങ്കിൽ മാത്രമേ ഇവനെ അവിടെ നിയമിച്ചാൽ മതി. ആ സഭയുടെയോ ആ മാനേജ്മെൻറ്റിൻ്റെയോ വേറെ ഏതെങ്കിലും കോളേജിലോ സ്കൂളിലോ വേക്കൻസി ഉണ്ടായാൽ പോലും നിയന്ത്രിക്കേണ്ട. അപ്പോൾ സർക്കാർ ശമ്പളം കൊടുത്തോണ്ടിരിക്കുക പ്രൊട്ടക്റ്റഡ് ആയിട്ട്. അവനെ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റിയല്ല. അങ്ങനെയാണ് വേറെ ഏതെങ്കിലും സർവീസിലേക്ക് ഉപയോഗിക്കാൻ അതും പറ്റിയില്ല. ഏറ്റവും സുരക്ഷിത ഡിവിഷൻ ഫാൾ കൊണ്ട് ജോലി നഷ്ടപ്പെടുന്ന അധ്യാപകനുള്ള സുരക്ഷിതനായ അതിനെയാ ചുമട്ടുകാളിയും പറയുന്നത്. മറ്റേ കമ്പ്യൂട്ടർ കൊണ്ടോ അല്ലെ യന്ത്രം കൊണ്ടുവന്നുകൊണ്ട് അല്ലെ ലോറി വന്നുകൊണ്ട് ഞങ്ങളുടെ പണി നഷ്ടപ്പെട്ടു. അത് തന്നെയല്ലേ ചുമട്ടുകാളിയും പറയുന്നത്. അവൻ പക്ഷെ നോക്കൂലിയായി. അവൻ്റെ ഈ അധ്യാപകൻ കൊടുക്കുന്ന നോക്കൂലിയാണ്. ഈ പ്രൊട്ടക്റ്റഡ് അധ്യാപകൻ മേടിക്കുന്ന നോക്കൂലിയാണ്. അതിനെപ്പറ്റി ഒരു സാംസ്കാരികനായാലും വേണ്ടിയല്ല. ചുമട്ടുകാളി നോക്കൂലി മേടിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇതാണ് നമ്മുടെ സിസ്റ്റം, ഇതാണ് നമ്മുടെ വ്യവസ്ഥ. അല്ല സാർ, നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ഭരണകൂടം ഉത്തരവാദിയാണ് എന്നിപ്പം സുധാകരൻ്റെ ലേഖനം പറയുന്ന പോലെ. സുധാകരൻ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. മുമ്പ് സംസാരിച്ചപ്പോൾ ഈ പാലാരിവട്ടം പാലം തകർന്ന കേസിലെ പിന്നെ ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന മന്ത്രി തെറ്റുകാരനാണെന്ന് സുധാകരൻ ഇരുന്നുകൊണ്ടാണ് കണ്ടുപിടിച്ചതും പറഞ്ഞത് അല്ലേ? കണ്ടുപിടിച്ചതെന്നല്ല പറഞ്ഞത്. സുധാകരൻ ഇരുന്നുകൊണ്ട് ആ പ്രശ്നത്തിന് ജനം സീരിയസ് ആയിട്ട് എടുത്തു. അതെ, സീരിയസ് ആയിട്ട് എടുത്തു. ഐസക്ക പറഞ്ഞെങ്കിൽ മൈൻഡ് ചെയ്യില്ല. തീർച്ചയായിട്ടും റിയാസ പറഞ്ഞെങ്കിൽ മൈൻഡ് ചെയ്യില്ല. ഈ നാളെ ഇതാ ചെയ്യാൻ പോകുന്നു പറയും. സുധാകരൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. ആ സുധാകരൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ് ആ പ്രശ്നത്തെ ഇത്രയും മാറ്റിയെടുത്തത്. ഏതായാലും നമുക്കിതിൽ പറയാനുള്ള ഒരു സംഗതി, സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്പോൾ ഭരണകൂടം എന്ന് പറയുന്നത് തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിരുന്നത് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ അവർ ഈ പോകുന്ന പോലെ മധ്യവർഗത്തിൻ്റെ അവരുടെയൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ട് എവിടുന്ന് വരുന്നോ അവരുടെയൊക്കെ കൈകളിൽ വെറും പിടിയാണ്. ഇപ്പോൾ ഈ അധ്യാപക സംഘടനകളൊക്കെ തന്നെയാണ് ഇതിനകത്ത് കളിച്ചിരിക്കുന്നത് അല്ലേ? 3.5 ലക്ഷം ഫയലാണ് സെക്രട്ടേറിയറ്റ് കെട്ടിക്കിടക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ മന്ത്രിയുടെ ആളല്ലേ, നിങ്ങളെല്ലാം ചെയ്തോളൂ. അപ്പോൾ അത്ര കണ്ട് ഹുങ്കായി തീർന്നിരിക്കുന്നു അല്ലേ? ഞാൻ ആ ഹുങ്ക് നേരത്തെ കണ്ടിട്ടുള്ളൊരു രംഗം പറയാം. ആ ഹുങ്ക് ആവശ്യമായിരുന്നു. എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇന്ദിരാഗാന്ധിയുടെ പര്യടനം ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനല്ല, എറണാകുളത്ത് പര്യടനം ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് ഇന്ദിരാഗാന്ധി പോയി കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി 2-3 ദിവസം കഴിഞ്ഞ് റിസർവ് ചെയ്യാൻ വേണ്ടി 2 ഉദ്യോഗസ്ഥർ വന്ന്, ഏറ്റവും താഴെയുള്ള ഉദ്യോഗസ്ഥരായിരിക്കും, ഡൽഹിക്ക് കേരള എക്സ്പ്രസിൻ്റെ 2 ടിക്കറ്റ് റിസർവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ റിസർവേഷൻ ഇല്ല, നിങ്ങൾ വേറെ പോയി മേടിക്കണം. അന്ന് കിട്ടാനില്ല, വെയിറ്റിംഗ് ലിസ്റ്റ് മാത്രമേ ഉള്ളെന്ന് പറയും. അപ്പോൾ ഇതിലൊരുത്തൻ പറഞ്ഞു ഞാൻ PMOയിൽ പെട്ടതാണ്, PMOയുടെ സ്റ്റാഫിൽ വന്നതാണ്, പ്രൈം മിനിസ്റ്റർ. പറഞ്ഞാൽ അവിടെ റെയിൽവേയിലിരുന്ന ക്ലർക്ക് അന്നത്തെ കാലത്ത് കൂളായിട്ട് പറഞ്ഞു താൻ പോയി എവിടുന്നാണ് PMOയിൽ നിന്ന് മേടിച്ചോളാം റിസർവേഷൻ. അപ്പോൾ ആ ധിക്കാരെന്ന് പറയുന്നത് സംഘടിത ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ പാരയാണ്. ഒരാവശ്യം പറയുമ്പോൾ അതിനോട് എനിക്ക് ശക്തിയുണ്ട്, നീ എന്നാണ് ചെയ്യേണ്ടതെന്ന് പറയാനുള്ള ധൈര്യം കൊടുത്തത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഏതായാലും സാർ, നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഈ സർക്കാർ ഏറ്റവും വലിയ കെടുകാര്യസ്ഥതയുടെ അങ്ങേ അറ്റത്തേക്ക് പോയിരിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നിരവധി നമുക്ക്. എൻ്റെ പൊന്നു ചങ്ങാതി, ഈ സർക്കാരിനെ പറ്റി നമുക്കൊരു എന്തെങ്കിലും പ്രതീക്ഷ വേണ്ടേ? ഇവർ ഒന്നും കൊള്ളാത്ത IAS തലപ്പത്തിലുള്ള തർക്കം നടക്കുന്നു ഉദ്യോഗസ്ഥർക്കിടയിൽ, IPS തലത്തിലുള്ള തർക്കം മറ്റൊന്ന് നടക്കുന്നു. ഇദ്ദേഹം തലപ്പത്ത് വെച്ചിരിക്കുന്ന കളങ്കിത വ്യക്തിത്വങ്ങളായ എബ്രഹാമിനെ പോലുള്ളവരുടെ കേസുകൾ അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതെ, കളങ്കിത വ്യക്തിത്വം. അവിടെ മന്ത്രി ബാലഗോപാലിന് യാതൊരു വോയിസും. നാളെ എബ്രഹാം സാറ് ഇവിടുന്ന് പെൻഷൻ പറ്റേണ്ടി വന്ന് ചിലപ്പോൾ ഊടാളുകളുടെ ചെയർമാനാവും. സാറ് അല്പം മുമ്പ് പറഞ്ഞ പോലെ കിഫ്ബിയും പിന്നെ മറ്റേതൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്താമെന്ന് മുഖ്യമന്ത്രി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ കുഞ്ഞാലിക്കോട്ടൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട്, ട്യൂഷൻ മാഷ വെച്ച് പഠിക്കുന്നുണ്ടായിരിക്കും. ഏതായാലും ഇതൊക്കെ കാണുമ്പോൾ ഈ പറയുന്ന പോലെ ഭരണകൂടമാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുമ്പോൾ ഇവിടെ ഭരിക്കുന്നത്
ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയാണോ എന്ന് നമ്മൾ നാണം കെട്ട് നമ്മൾ ചോദിച്ചു പോവുകയാണ്. അല്ല, മനുഷ്യവർഗത്തിൻ്റെ പാർട്ടിയാണെന്ന് കുറച്ചുകൂടെ വിശാലമായിട്ട് അതാണ് തീർച്ചയായിട്ടും മനുഷ്യവർഗത്തിൻ്റെ പാർട്ടിയാണോ എന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ്.